സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റഗ്രാമിൽ ഒരു ട്രാവലാണ് ഞങ്ങളുണ്ട്, അത് ഇങ്ങനെ സംസാരിക്കുക. സുഹൃത്തുക്കളെ, ഓക്കെ, ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ഒരു പുതിയ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഭരദ്വാജ് രംഗനായിട്ട്, അതായത് ഭരദ്വാജ് രംഗനെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു ഫിലിം ക്രിറ്റിക്സ് ആയിട്ട് റിവ്യൂവർ ആയിട്ടും കാണുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കൊണ്ടതിന് മുമ്പ് ലാലേട്ടൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പ്രാവശ്യത്തെ ഇന്റർവ്യൂല് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന, അതിന്റെ കൂടെ ചെറിയ ലാലേട്ടന്റെ എന്താ പറയാ, ലാലേട്ടൻ ഒന്ന് കുറച്ച് കണ്ണ് നിറഞ്ഞു പോയി എന്നൊക്കെ തോന്നിയ ചില നിമിഷങ്ങള്. അപ്പൊ അത് കണ്ടപ്പോ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചു. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്ലി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും ഈ വീഡിയോ ചെയ്യാൻ കാരണം, നമ്മുടെ ആവേശം എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ ജിത്തു മാധവൻ ലാലേട്ടനെ വെച്ച് ഒരു മൂവി ചെയ്യാൻ പോകുന്നെന്ന് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഓൾറെഡി ചെയ്തു. അതിൽ കഴിഞ്ഞ വീഡിയോ കുറച്ച് ദിവസം മുന്നേ അത് എന്താ പറയാ ഉറപ്പിച്ചു, 99% ഉറപ്പാണ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ടെൻഷനും ഒരു ഭയം ഉണ്ടാവും ഈശ്വരാ. കാരണം ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. സോ നമുക്ക് എന്ത് സംഭവിക്കും സിനിമയ്ക്ക്. സോ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് ഉള്ളില് ചെറിയൊരു സംഭവം, ഇനി ഇത് നടക്കുവോ, നമുക്ക് 100% ഷുവർ അല്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വീഡിയോയിൽ ലാലേട്ടൻ അത് പറഞ്ഞത് കേട്ടപ്പോ സത്യത്തിൽ ഭയങ്കര സന്തോഷം. അതൊന്ന് റീകൺഫേം ചെയ്യാൻ നിങ്ങൾ എല്ലാവരായിട്ടും അന്ന് ഷെയർ ചെയ്യാനും, പിന്നെ അതിന്റെ കൂടെ ലാലേട്ടൻ പറഞ്ഞ ചില കാര്യങ്ങള് നമുക്ക് ടച്ചിങ് ആണ്. അത് നിങ്ങളുടെ ലാലേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു ഒരു ഒരു ഫീൽ ഉണ്ടാവും എന്ന് തോന്നുന്നു. സോ ആ ഒരു സീനൊക്കെ ഒന്ന് കണ്ട് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ. സോ നമുക്ക് നേരിട്ട് തന്നെ ആ ഇന്റർവ്യൂവിന്റെ ആ പോർഷനിലേക്ക് പോകാം. ഓക്കെ, ഈ ഇന്റർവ്യൂ ഒന്ന് രണ്ട് വീഡിയോക്കുള്ള കണ്ടന്റ് ആ ഇന്റർവ്യൂലുണ്ട് അദ്ദേഹം കൊടുത്തത്. സോ നമുക്ക് ഇന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാം. ഇപ്പം ആദ്യം തന്നെ ഞാൻ പറഞ്ഞത്, കാരണം ഇന്റർവ്യൂർ ആയ അദ്ദേഹം ലാലേട്ടനോട് ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ, നിങ്ങള് പുതിയ ഡയറക്ടർ ഒന്നും നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. സോ അപ്പോൾ ലാലേട്ടൻ പറയുന്ന റിപ്ലൈ ആണ്. നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് കാണാം. But the other newer directors, so they are also like that, but they are doing it in a different way. but they don't come to you very much. So many people are coming, Right? So many people. Ah. I'm doing films like my Todur is a new director. I'm going to do a film with the director of Avesham. I'm hearing so many stories. Blessy is an amazing director. Blessy. I've done Tanmatra or Pranayam, Yeah. Brahmaram, all great films. The first film of Blessy was with me. Namukku Parkan Mundiri Thopu, Yeah, Padmarajan yeah, film. yeah. Yeah. So a lot of good directors are there. But when they come, when they narrate the story, I'll find Mohanlal in that. Okay. Some films, they have to wipe it out. Then they have to come. But I'm hearing good stories. But you see, now to do a film with a new director is a challenge for me. I have to pick up the proper, like I did a film with a huge expectation. The film was very good, Malaikote Valiban. It was a good film, but it didn't turn up to the mark. So, no, more than me, my audience, my friends, they will become sad. So you have to be very careful choosing a film. Right. Right. It is my, see, entire burden will come on my shoulder. Like here, it is actor. If the movie fails, the entire blame will come on the actor. Am I right? Yeah, it is like, see, ഇത്രയാണ്. അപ്പം ഞാൻ ഈ ഫുള്ള്, അതായത് ഇത്ര ഒരു ഭാഗം ഈ ഇന്റർവ്യൂ നമുക്ക് കുറച്ച് സംസാരിക്കാനുള്ളത് തോന്നി. അതിലൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, നമ്മൾ കൺഫേം ചെയ്തിരിക്കുകയാണ്, ജിത്തു മാധവന്റെ മൂവിയിൽ ലാലേട്ടൻ വരികയാണ്. ഇത് എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മുമ്പേ അതിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുമ്പോഴും 100% അഷുറൻസ് നമുക്ക് ഉള്ളിലില്ല. കാരണം അതിൽ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്ന വരെ നമുക്ക് അറിയില്ല എന്ത് സംഭവിക്കും, സിനിമയല്ലേ. ബട്ട് ഇപ്പൊ ലാലേട്ടൻ തന്നെ സമ്മതിച്ചു, ഇനി അതിനെക്കുറിച്ച് ഡൗട്ട് വേണ്ട. സോ ഭയങ്കര ഹാപ്പി. കാരണം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ജിത്തു മാധവ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഒരു ബ്രില്യൻ ഡയറക്ടറാണ്, ഗംഭീര ഡയറക്ടറാണ്. അതായത് അദ്ദേഹം ലാലേട്ടൻ ഒരു ഹാർഡ് കോർ ഫാനുമാണ്. അപ്പം ഇനി ഏത് തരത്തിലുള്ള മൂവി, കാരണം അദ്ദേഹം ചെയ്ത ആ ഒരു ജോണർ, അദ്ദേഹത്തിന് വഴങ്ങുന്ന ആവേശം പോലത്തെ ഒരു ജോണർ പറഞ്ഞാൽ നമ്മൾ കുറെ കാലമായിട്ട് മിസ് ചെയ്യുന്ന ചോട്ടാ മുംബൈ പോലെ മാസും ആക്ഷനും അതിൻ്റെ കൂടെ കോമഡിയും ഒക്കെ ഉള്ള ഒരു ജോണറാണോ ഇത് നമുക്കൊരു ഒന്നും അറിയില്ല. പക്ഷെ അങ്ങനെ ആണെങ്കിൽ അതൊരു ഗംഭീര, ഇനി എന്ത് ജോണർ ആണെങ്കിലും ഒരു പണി തരാവുന്ന ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ കൂടെ ലാലേട്ടൻ വരാറുണ്ട്. ഇതിപ്പോ ഭയങ്കര മനസ്സമാധാനം സത്യം പറയുകയാണെങ്കിൽ. അപ്പൊ അത് കൺഫേം ആയിരിക്കും, ഇനി ഒഫീഷ്യലി അനൗൺസ്മെന്റിന് ആവശ്യമില്ല, ലാലേട്ടൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു.
കാരണം തുടരും ലാലേട്ടനോട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ തിരിച്ച് ഞാൻ ഓക്കെ, പക്ഷെ അദ്ദേഹം ചോദിക്കുന്നത് എന്താ വെച്ചാല് പുതിയ ആക്ടേഴ്സ് ഒന്നും പുതിയ ഡയറക്ടേഴ്സ് ലാലേട്ടൻ അടുത്ത് വരുന്നില്ല എന്നുള്ള ചോദ്യമാണ്. അപ്പൊ ലാലേട്ടൻ ഒന്ന് എന്താ പറയാ, അങ്ങനെയല്ല, ഉള്ളിലൊന്നും ഇതായിട്ട് പറഞ്ഞ് വരുന്നുണ്ട്, പലരും വരുന്നുണ്ട്. തുടരും പുതിയ ഡയറക്ടറാണ്, ആവേശത്തിന്റെ ഡയറക്ടർ നെക്സ്റ്റ് ഫിലിം ചെയ്യുന്നു. അതുകൊണ്ട് ഒരു സൂചനയ്ക്കൊന്ന് ബ്ലെസ്സിയുടെ സിനിമ, ബ്ലെസ്സിനെ പറ്റി സംസാരിച്ചപ്പോൾ ഒരു ബ്ലെസ്സി സിനിമയും സംഭവിക്കാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അതുകൊണ്ടാണ് പെട്ടെന്ന് അത് ചോദിച്ചപ്പോൾ ബ്ലെസ്സിയുടെ പേര് എടുത്തു തന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു നിരാശ, അദ്ദേഹം മലൈക്കോട്ട വാലിബന് സംഭവിച്ച നിരാശ പറയാം, അതിൽ അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയും എനിക്ക് വർക്കായ സിനിമയാണ് മലൈക്കോട്ട വാലിബൻ. പക്ഷേ മലൈക്കോട്ട വാലിബൻ ഒരു പരാജയമായിരുന്നു. ഇത്ര വലിയ എക്സ്പെക്ടേഷൻ ലിജോ ജോസ് പലിശ്ശേരിയുടെ കൂടെ ലാലേട്ടൻ വന്നിട്ട്, അത് ലാലേട്ടൻ എനിക്ക് തോന്നിയതാണ്, ലാലേട്ടൻ കണ്ണ് നിറഞ്ഞ, ഐ മീൻ കരയാന്നല്ല, പക്ഷെ കണ്ണിന് ചെറിയ നനവ് പോലും എനിക്ക് തോന്നിയിരുന്നു ഈ ഒരു കാര്യം സംസാരിച്ചപ്പോൾ. അപ്പോഴും അദ്ദേഹം പറയുന്നത്, ഞാൻ പോലും നമ്മൾ പലപ്പോഴും ലാലേട്ടനെ കുറ്റം പറയാറുണ്ട് സ്റ്റോറി ചൂസ് ചെയ്യുന്നതിലും സെലക്ഷനിലൊക്കെ കുറിച്ചിട്ട്. അപ്പൊ നമുക്ക് നമ്മുടേതായ നമ്മൾ മോൺസ്റ്ററും ആറാട്ടും സെലക്ട് ചെയ്ത ലാലേട്ടൻ എന്തുകൊണ്ട് പുതിയ ഡയറക്ടേഴ്സിനെ ട്രൈ ചെയ്തുകൂടാന്നാണ് നമ്മളെ ഭാഗം. എന്നാൽ ലാലേട്ടൻ പറഞ്ഞിട്ട് ഉള്ളിലൊരു ഇത്, കാരണം അദ്ദേഹം കെയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്നെക്കാളും കൂടുതൽ എന്റെ സ്നേഹിക്കുന്നവർക്കും എന്റെ ഫാൻസിനുമാണ് സങ്കടം ഒരു മോശം സിനിമ സംഭവിക്കുമ്പോൾ. സോ അതുകൊണ്ട് ഭയങ്കര പെക്യുലർ ആയിട്ട് ഭയങ്കര ചൂസി ആയിട്ട് വേണം ഒരു സിനിമ ചെയ്യാന്നൊക്കെ അദ്ദേഹത്തിനൊപ്പം നമ്മളെ ഉള്ളിലുള്ളത് നമ്മൾ പറയുന്നതും കേൾക്കുന്നതൊക്കെ അദ്ദേഹത്തിനും അറിയാം. എന്തോ പുതിയ പല ഡയറക്ടേഴ്സും പോയിട്ടും അദ്ദേഹം ചൂസ് ചെയ്യുന്നില്ല അവരുടെ മൂവീസ്. അദ്ദേഹം ഇതിൽ പറയുന്ന റീസൺ എന്താന്ന് വെച്ചാല് അതിൽ ഞാൻ എന്നെ കാണുന്നു എന്നാണ്. പക്ഷെ എനിക്കിപ്പോഴും പറയാനുള്ളത് ലാലേട്ടൻ ഒന്ന്, ഞാൻ പുതിയ ഡയറക്ടേഴ്സ് ടിനു പാപ്പച്ചനെ പോലത്തെ ഡിജോ ജോസ് ആന്റണിയെ പോലത്തെ അങ്ങനത്തെ ഏത് ഡയറക്ടർ വന്നാലും ലാലേട്ടൻ ഒന്ന് തലവെച്ച് കൊടുക്കണം എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. പക്ഷെ ലാലേട്ടൻ്റെ ഒരു തീരുമാനമുണ്ട് അതില്. ബട്ട് സംഭവിക്കും, ഉടനെ സംഭവിക്കും എന്ന് വിചാരിക്കുക. കുറെ പലരും ഈ എല്ലാ പുതിയ ഡയറക്ടേഴ്സ് ലാലേട്ടൻ ശ്രമിക്കുന്നുണ്ട്, അത് ഉടനെ തന്നെ നടക്കുമെന്ന് വിചാരിക്കുക. അപ്പൊ ഇതില് ലാലേട്ടന്റെ ആ ഒരു സങ്കടം, കാരണം എത്ര പ്രതീക്ഷ നിന്ന് മലൈക്കോട്ടെ വാലിബൻ നമുക്ക് നിരാശ തന്നു. സോ ലാലേട്ടനും അതിൽ സങ്കടമുണ്ട്. ലാലേട്ടനെക്കാട്ടി സങ്കടം നമ്മളെ പ്രേക്ഷകരെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. സോ എന്താണ് നമുക്കും കറക്റ്റ് റീസൺ ഒന്നും അറിയില്ല എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളത്. ബട്ട് ഇനി ഇപ്പം 2025 ലാലേട്ടന് വേണ്ടി മാറ്റിവെച്ച വർഷം പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതില് ഈ ആവേശ സിനിമ അത് കൺഫേം ആയിരിക്കാം, ലാലേട്ടന്റെ വായിൽ നിന്ന് നമ്മൾ കേട്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഇനി നമുക്ക് നമ്മളെ ലിസ്റ്റിലേക്ക്, വിഷ് ലിസ്റ്റിലേക്ക്, നെക്സ്റ്റ് ഇയറിലേക്കുള്ളതിലേക്ക് ഒരു സിനിമ കൂടി കൺഫേം ആയിട്ട് ആഡ് ആയിട്ടിരിക്കുകയാണ്. സോ അതിന്റെ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടാണ്. ലാലേട്ടനും മമ്മൂക്കയും വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് ഇത് സംഭവിക്കുന്നത്. ഈ ഒരു മോശം അവസ്ഥ ഒരു 10 വർഷത്തിലോ 5 വർഷത്തിലോ എല്ലാവർക്കും സംഭവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്ക് സംഭവിക്കുന്ന കാര്യമാണ്. അത് പുതിയ കാര്യമൊന്നുമില്ല. ഇപ്പം എന്തുകൊണ്ടോ ഇപ്പം എല്ലാവരും മമ്മൂക്ക നല്ല സിനിമ ചെയ്യുന്നു പറഞ്ഞ് പൊക്കി പിടിക്കുമ്പോൾ അതെനിക്ക് തീരെ മനസ്സിലാത്ത കാര്യമാണ്. കാരണം നമ്മളിത് കണ്ടതാണ്, മമ്മൂക്കയുടെ പടങ്ങൾ 10 ഒരുമിച്ച് പൊട്ടിയ കേസ് നമ്മൾ കണ്ടതാണ്. ലാലേട്ടൻ അപ്പുറം നല്ല സിനിമകൾ മാത്രം ചെയ്ത ടൈമാണ്. അപ്പം ഇപ്പം ഈ ഒരു ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ ബൂം ആയത് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഓരോ വർഷങ്ങൾ കഴിയുന്നതോറും അത് ബൂം ആകുമ്പോൾ അതിൽ വരുന്ന റിയാക്ഷൻസും ഇതൊക്കെ റെസ്പോൺസ് ഒക്കെ കൂടുതൽ കൊണ്ട് ഇപ്പം ഈ ഒരു ടൈമിൽ പീക്കിൽ നിൽക്കുകയാണ് സോഷ്യൽ മീഡിയ. അപ്പം മോശം അവസ്ഥ ലാലേട്ടൻ ഉണ്ട് ഇപ്പം. സോ അതുകൊണ്ടായിരിക്കും ലാലേട്ടന്റെ മോശം അവസ്ഥ നമ്മളിങ്ങനെ മുഴച്ചു നിന്ന് കേൾക്കുന്നതെന്ന് തോന്നുന്നു. എന്നാലും ഇതൊക്കെ മാറി എന്ന് നമുക്ക് വിശ്വസിക്കാം. ലാലേട്ടനും വ്യക്തമായിട്ട് നമ്മൾ എന്താണ് പറയാനുള്ളത് ലാലേട്ടൻ അത് അറിയാവുള്ളില്. ലാലേട്ടൻ ഇനി എടുക്കുന്ന തീരുമാനങ്ങൾ സിനിമയെ കുറിച്ചുള്ളൊക്കെ വളരെ സൂക്ഷിച്ച് നമ്മളെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സിനിമകളായിരിക്കും വരാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.